നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാല തയ്യാറാക്കാം. ഇതിനായി ആദ്യം ചൂടായ പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊരുക്കിയതിന് ശേഷം അതിലേക്ക് ഏകദേശം 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കറുകപ്പട്ട, ഏലക്ക എന്നിവ കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴന്ന് കിട്ടണം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയണം. ഇനി വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി ഉരുകിയതിന് ശേഷം നമുക്ക് കറി പൗഡറുകൾ ഓരോന്നായി ചേർക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ, ആ ഒരു ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ ബാക്കിയുള്ള ഗ്രേവിയും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഏകദേശം 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർക്കാം. വളരെ സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.